മലയാള ചിത്രം ബാച്ചിലർ പാർട്ടി ഇന്റർനെറ്റിൽ കയറ്റിയതിന് 1000-ഓളം മലയാളികൾ കേസിൽ പ്രതികളാകും. 20 പേരുടെ ആദ്യ പട്ടിക തയ്യാറാക്കി ആന്റി പൈറസി സെൽ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു. ശേഷിച്ച 900-ലേറെ പേരുടെ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു. ബാച്ചിലർ പാർട്ടിയുടെ CD റിലീസായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്റർനെറ്റിൽ സിനിമയുടെ വ്യാജപതിപ്പ് കണ്ടു തീർത്തത് 33,000 പേർ. ഇതിൽ 1010 പേർ സിനിമ കണ്ടതിന് പുറമെ നെറ്റിലൂടെ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്തു കൊടുത്തു. ഇന്റർനെറ്റിലെ വ്യാജ സിനിമ ഇടപാടുകൾ പിന്തുടർന്ന് പിടികൂടാൻ മാത്രമായി വികസിപ്പിച്ച പുതിയ സോഫ്റ്റ്വെയറാണ് കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ പണി തുടങ്ങിയത്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് സിനിമ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തവർ 100ഓളം പേരുണ്ടെന്ന് കണ്ടെത്തി. IP അഡ്രസ്സുകളുടെ നീണ്ട പട്ടികയാണ് ആന്റി പൈറസി സെല്ലിൽ എത്തിയിട്ടുള്ളത്. പൂനെയിലെ 19-കാരൻ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അടക്കം ചിലരെ തിരിച്ചറിഞ്ഞ് സെല്ലിലെ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചു കഴിഞ്ഞു. ഇവർ അപ്ലോഡ് ചെയ്ത പകർപ്പുകൾ ലോകത്ത് പലയിടത്തു വരുന്ന കണ്ട ശേഷം ഷെയർ ചെയ്തവരുടെ പട്ടികയാണ് 1000 വരുന്നത്. ഈ പട്ടികയിൽപ്പെട്ട IP അഡ്രസ്സുകളും ഘട്ടം ഘട്ടമായി ആന്റി പൈറസി സെല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. We will be getting the details of particular IP addresses and we will try to catch maximum people. There are two kind of people in this particular IPs. First, people who had uploaded. Second kind of people who had watched this movie by downloading. ബാച്ചിലർ പാർട്ടിയുടെ CD പുറത്തിറക്കിയ മൂവി ചാനൽ കമ്പനിയാണ് സ്വകാര്യ സംരംഭമായ ജാദു എന്ന പുതിയ സോഫ്റ്റ്വെയർ ആദ്യമായി പരീക്ഷിച്ചത്. IP അഡ്രസ്സുകളുടെ പൂർണ്ണ പട്ടിക കിട്ടിയാലുടൻ കണക്ഷൻ എടുത്തവരെ കണ്ടെത്താൻ നടപടി തുടങ്ങും. ഇതാദ്യമായാകും സിനിമാ പൈറസിയുടെ പേരിൽ ഒറ്റ കേസിൽ ഇത്രയധികം പേർ പ്രതിസ്ഥാനത്ത് വരുന്നത്. പകർപ്പവകാശ ലംഘനത്തിന്റെ കേസിൽ ഇത് ചരിത്രമായേക്കും. അനിൽ ഇമ്മാനുവൽ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പ, പണി പാമ്പായും പട്ടിയായും വരില്ലേ?